മൻജദ്ദ വജദ അല്ലി യസ്റ യഹ്സുദ് എന്നൊക്കെ പറഞ്ഞിട്ട് അറബിക്കിൽ ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ശ്രമിക്കുന്നത് അതാണ് നമ്മളിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചാലേ ലഭിക്കുള്ളൂ എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ പ്രപഞ്ചത്തിൽ അങ്ങോട്ട് കൊടുക്കുന്നത് അതാണ് ഇങ്ങോട്ട് കിട്ടുന്നത് എന്നുള്ളത്. കൊടുത്തതേ കിട്ടൂ വിതച്ചതേ കൊയ്യൂ എന്നെല്ലാം മലയാളത്തിലും പറയാറുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ ശ്രമദാനം വളരെ അത്യാവശ്യമാണ്. അൽ ബറക്കത്തു ഫിൽ ഹറക്ക എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ചലനാത്മകതയിലാണ് ഐശ്വര്യം. ബറക്കത്ത് കിടക്കുന്നത് ചലനാത്മകതയിൽ. അപ്പോൾ ചേരിപ്പൊളുക്ക വെച്ച മാതിരി അവിടെ തന്നെ നിൽക്കാൻ പാടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒക്കെ കർമ്മശേഷി നമ്മൾ എന്തുമാത്രം ഉപയോഗിക്കുന്നു എന്നുള്ളത്, പ്രൊഡക്ടിവിറ്റി, ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ കർമ്മശേഷി എന്നൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. അത് ഒരു നിഅമത്താണ്. അത് എത്രമാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളത് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരാളുടെ കർമ്മശേഷിയുടെ 24 മണിക്കൂറുണ്ട്. 24 മണിക്കൂറിൽ അയാൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും ശരിക്കും? അതിൽ എന്തൊക്കെയാണ് അയാൾ ചെയ്യുന്നത് എന്നുള്ളതൊരു വിഷയമാണല്ലോ. അപ്പോൾ നമ്മളുടെ കർമ്മശേഷി പരമാവധി ഉപയോഗപ്പെടുത്തുക, നല്ല ഗോളൊക്കെ സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി നിരന്തരമായി ശ്രമദാനം നടത്തുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അപ്പോൾ ഈ ദുആവും അമലും ഒന്നിച്ചുണ്ടാകുന്ന ഒരു 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 രീതി അത് നമ്മളെ വല്ലാതെ സപ്പോർട്ട് ചെയ്യും. അത് എങ്ങനെ പ്രായോഗികമായിട്ട് അർത്ഥവത്താക്കാം എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അപ്പോൾ അത് ആലോചിക്കണം. എങ്ങനെയൊക്കെ നമ്മൾക്ക് നമ്മളുടെ കർമ്മശേഷിയെ ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ, അത് ഉപകാരപ്രദമായ രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഉപകാരമാവണം, നമ്മളുടെ സമൂഹത്തിന് ഉപകാരമാവണം, നാട്ടിനുപകാരമാവണം, നമ്മളുടെ രാജ്യത്തിന് ഉപകാരമാവണം. ഈ രീതിയിൽ നമ്മളുടെ കർമ്മശേഷി എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നെല്ലാവരും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. ചിന്തിച്ചാൽ പോരാ, അത് പ്രാവർത്തികമാക്കണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അപ്പോൾ നമ്മളുടെയൊക്കെ നിയോഗം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒരാളുടെ ഒരു നിയോഗം ഉണ്ടാവുമല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ അയാൾ വന്നത് എന്ന് പറയുന്ന ഒരു നിയോഗം. അത് ഇതൊക്കെ കൂടിയിട്ടുള്ളതും കൂടിയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമ്മളുടെ കർമ്മശേഷി പരമാവധി ഉപയോഗപ്പെടുത്തുകയും പരമാവധി റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് ദുനിയാവിലെ നമ്മളുടെ ഒരു സിഗ്നേച്ചറാണ്. ആ സിഗ്നേച്ചർ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും പരമാവധി ശ്രമിക്കണം. അതിന് ഓരോരാൾക്കും കുല്ലുംരിഇൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഓരോരാളെയും എന്തിനു വേണ്ടിയാണ് പടക്കപ്പെട്ടു, എന്തിനു വേണ്ടിയിട്ടാണ് അയാളെ നിയോഗിക്കപ്പെട്ടു, അത് അയാൾക്ക് എളുപ്പമായിട്ട് വരും. എല്ലാവർക്കും എളുപ്പമായി വന്നു കൊള്ളണം എന്നില്ല. അപ്പോൾ നമ്മളുടെ നിയോഗം എന്താണെന്ന് കണ്ടെത്തണം, നമ്മളുടെ വഴി എന്താണെന്ന് കണ്ടെത്തണം, നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അനുയോജ്യമായത് എന്താണെന്ന് കണ്ടെത്തണം. അവിടെ നമ്മളുടെ കർമ്മശേഷി കൂടുതലായി ഉപയോഗപ്പെടുത്തണം. ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇത്തരം ഗുണപരമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയവും സാഹചര്യവും കണ്ടെത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വീണ്ടും വിചാരത്തിൻ്റെ സമയമാണ്. 2025 പടിയിറങ്ങാൻ പോവുകയാണ്. 2026 വരികയാണ്. അപ്പോൾ 2025 നമ്മളുടെ കർമ്മശേഷി നമ്മൾ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തി, അതുകൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായി, റിസൾട്ട് എന്താണ്, കർമ്മം എന്തായിരുന്നു, ഇതൊക്കെ വിലയിരുത്തുകയും 2026 വളരെ നല്ല മനസ്സോടുകൂടി അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രവേശിക്കാൻ നമ്മളെല്ലാം തയ്യാറാവണം. നല്ല പ്ലാനിങ്, നല്ല ഗോളുകൾ, അതിനുവേണ്ടി പ്രവർത്തിക്കാനുള്ള നല്ല മനസ്സ്, ഇഖ്ലാസ്, ഇതൊക്കെ വേണം. ഭൂമിയിൽ ഗുണപരമായ കാര്യങ്ങൾ ഉണ്ടാവണം. അതിന് ഭൂമിയിൽ വസിക്കുന്ന ഓരോ ആളുകളും അവരുടേതായ ഭാഗധേയം എന്താണോ അത് നിർവഹിക്കാൻ വേണ്ടി തയ്യാറാകണം. കർമാത്മകമായിരിക്കണം, നിർമ്മാണാത്മകമായിരിക്കണം, പ്രവർത്തനക്ഷമമായ ഒരു മനസ്സ്, നൈരന്തര്യമായി സജീവതയോടുകൂടി കളത്തിലുണ്ടാവാൻ ഒരു തയ്യാറെടുപ്പ്, ഇതൊക്കെ നമ്മളെ മുമ്പോട്ട് നയിക്കണം. സർവോപരി
എല്ലാറ്റിനും തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയാസിലൊക്കെ വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്ന ഒരു രീതി പല ആളുകൾക്കും ഉണ്ട്. അതൊക്കെ കുറച്ചു കൊണ്ടുവരിക. എന്തെങ്കിലും നല്ല കാര്യം ഇപ്പോൾ പല വീഡിയോസും ഒക്കെ വരുമ്പോൾ അതിൻ്റെ അടിയിൽ കമൻ്റൊക്കെ നമ്മൾക്ക് കാണാം. ഒരു തെറിപ്പൂരമായിരിക്കും, അതിലെല്ലാ ആൾക്കാരും ഉണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഉള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും, ഒരു വ്യത്യാസവും കാണിക്കുന്നില്ല. വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തിയെന്ന് ആലോചിക്കണം ഇടക്ക്. ഇപ്പോൾ കോളേജിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയവർ വരെ ഉണ്ടാവും അക്കൂട്ടത്തിൽ. അപ്പോൾ അവരാലോചിക്കണം, ഒരു കോളേജിലെ പഠനകാലം 9-10 വർഷം എന്തിനു വേണ്ടി ചെലവഴിച്ചു, അതിൽ നിന്ന് എന്ത് സംസ്കാരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് ഒരു വീണ്ടും വിചാരത്തിൻ്റെ സമയമാണ്. അപ്പോൾ നമ്മൾ നല്ലത് പറയുക, നന്മയെ പ്രോത്സാഹിപ്പിക്കുക, ആരെയും ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതിരിക്കുക, നല്ലത് പറ്റുമെങ്കിൽ പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ള പോളിസി സ്വീകരിക്കുക. ഇങ്ങനെയൊക്കെ നമ്മളുടെ ജീവിതം കൊണ്ട് നമുക്കും മാലോകർക്കും എങ്ങനെയൊക്കെ ഉപകാരം ചെയ്യാമോ അതൊക്കെ നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വീണ്ടും വിചാരവും ഒരു തയ്യാറെടുപ്പും ഒക്കെ നമ്മൾ അതിന് തയ്യാറെടുപ്പും ഒക്കെ നടത്തേണ്ട ഒരു സമയമാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ, ബറക്കത്തുകൾ ഉണ്ടാവട്ടെ, നിഅമത്തുകൾ ഉണ്ടാവട്ടെ. എല്ലാ നന്മകൾക്കും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.